ഇനി മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ എന്താ? ഞാൻ ഇന്നലെ ഡൽഹിയിൽ പോയിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിനുവേണ്ടി പോയപ്പോ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഒരു സാധനം കാണിച്ചു തരിക. ദേശീയ മാധ്യമങ്ങൾക്ക് കേരളത്തിലൊരു മീഡിയക്കും ഇല്ല, ദേശീയ മാധ്യമങ്ങൾക്ക് മാത്രമായി ഒരു PR ഏജൻസിയുടെ മെസ്സേജ് ചെല്ലുന്നു. എന്നാ സെപ്റ്റംബർ മാസം 13-ാം തീയതി. എന്താ 13-ാം തീയതിയുടെ പ്രത്യേകത? സഖാവ് സീതാറാം യെച്ചൂരി, ആ യെച്ചൂരി മരണപ്പെട്ട് കിടക്കുന്ന ദിവസം 13-ാം തീയതി ദേശീയ മാധ്യമങ്ങൾക്ക്, ഇംഗ്ലീഷിൽ വാർത്ത കൊടുക്കുന്ന, ഹിന്ദിയിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമായിട്ട് മെസ്സേജ് പോകുന്നു. ഒരൊറ്റ മലയാളം ചാനലിനുമല്ല, ഒരു PR ഏജൻസിയുടെ മെസ്സേജ്. എന്താ അതിന്റെ തലക്കെട്ട്? കറപ്റ്റ് അലിഗേഷൻസ് അഗെയിൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള തെറ്റായ അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയാ. ആ കഥക്കകത്ത് പറയുന്നു, മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ എന്താ? ഈ പ്രശ്നം, ഈ തട്ടിപ്പുകൾ ഉയരാൻ കാരണം മലപ്പുറത്തിന്റെ മണ്ണിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികളാണ്. അവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികളിൽ അവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ പണം മുഴുവൻ ഉപയോഗിക്കുന്നത് തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതീവ ഗൗരവതരമായ കാര്യമല്ലേ? രണ്ട് കാരണം കൊണ്ടുണ്ട്. ഒന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനക്കും നമ്മൾ പിന്തുണ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും ഈ മണ്ണിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പണം പോകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് കേസെടുക്കണ്ടേ? ആ പണം കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്യണ്ടേ? അതിന് നേതൃത്വം നൽകുന്നവരെ തുറങ്കലിലടക്കണ്ടേ? കേന്ദ്ര ഏജൻസികൾ വരണ്ടേ? കേന്ദ്ര ഏജൻസികൾ നടപടികൾ എടുക്കണ്ടേ? അങ്ങനെ ഒരു ജില്ലയിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ എടുത്ത നടപടികൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഇവർ വ്യക്തമാക്കണ്ടേ? മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുതി കൊടുത്ത എക്സ്പ്ലനേഷനിൽ പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, എന്നെ കേൾക്കുന്ന CPM പ്രവർത്തകർ ആലോചിക്കേണ്ട കാര്യം, ഈ വാർത്ത ഇവർ കൊടുക്കുന്നത് 13-ന്. 14 യെച്ചൂരിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് എല്ലാ നേതാക്കന്മാരും ഡൽഹിയിലെത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുഴുവൻ നേതാക്കന്മാരും. JNU മുതൽ ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് ആർജവത്തോടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിലപാടെടുത്ത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ പോരാടും, അതിൽ സന്ധി ചെയ്യില്ല എന്നോ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ നിലപാടെടുത്ത സഖാവ് സീതാറാം യെച്ചൂരി മരിച്ചു കിടക്കുമ്പോ പിണറായി വിജയൻ PR ഏജൻസിക്ക് പ്രാധാന്യം, അതിന്റെ ചടങ്ങുകൾക്ക് വരുന്ന നേതാക്കന്മാരുടെ മുമ്പിൽ ഈ കേരളത്തെ ഒരു ജില്ലയെ, അവിടുത്തെ ജനതയെ ഒറ്റുകൊടുക്കുന്ന ഒരു റിപ്പോർട്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലും ചാനലുകളിലും അച്ചടിച്ചു വരണം, മാധ്യമങ്ങളിൽ വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യെച്ചൂരി, അയാളോട് സ്നേഹമുണ്ടെങ്കിൽ അന്ന് കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ എന്താണ്? അയാളോട് ആദരവുണ്ടെങ്കിൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അതിനുവേണ്ടി PR ഏജൻസി തെരഞ്ഞെടുത്ത ദിവസമാണ് എന്നെ കേൾക്കുന്ന CPM-ന്റെ സഹപ്രവർത്തകർ ആലോചിക്കേണ്ടത്. യെച്ചൂരിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പകരം അവർക്ക് പ്രധാനം എന്താ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവിടെ കടന്നു വരുന്ന നേതാക്കന്മാർക്ക് കാണാൻ ഇംഗ്ലീഷ് പത്രത്തിൽ സംഘപരിവാറിന്റെ RSSന്റെ അജണ്ടകൾ കേരളത്തിന്റെ എക്സ്പ്ലനേഷനായി അച്ചടിച്ചു വരണമെന്നൊരു ഭരണകൂടം ആഗ്രഹിക്കുന്നു. 13 കൊണ്ട് തീർന്നില്ല. 21-ന്റെ പത്രസമ്മേളനത്തിൽ സമാനമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ടും തീർന്നില്ല. 29-ന്റെ ഹിന്ദു പത്രത്തിലെ ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടുവരാൻ ഒരു PR ഏജൻസി, ആ ഏജൻസി കൊടുത്ത വാർത്തകൾ പ്രകാരം എന്ന പേരിൽ തൊട്ടടുത്ത ദിവസം പത്രത്തിൽ വീണ്ടും ഇംഗ്ലീഷ് പത്രം, നിങ്ങൾ ആലോചിക്കണം, ദേശാഭിമാനിക്കില്ല, മനോരമയ്ക്കില്ല, മാതൃഭൂമിക്കില്ല, വീണ്ടും ഇംഗ്ലീഷ് പത്രത്തിൽ. അതങ്ങ് അവിടെയുള്ളവർ വായിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതിന്റെ തൊട്ടപുറകെ KT ജലീലിന്റെ പ്രസ്താവനകൾ വരുന്നു. മതവിധി പുറപ്പെടുവിക്കണം പോലും ജലീൽ മനസ്സിലാക്കാൻ, മതവിധി കൊണ്ട് നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യാൻ. ഇത് മതരാഷ്ട്രമല്ല ജലീലെ, ഇതൊരു മതേതര രാഷ്ട്രമാണ്, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. അങ്ങനെയുണ്ടോ? നിയമലംഘനങ്ങളെ മതവിധി കൊണ്ടാണോ ചോദ്യം ചെയ്യേണ്ടത്? നിയമലംഘനങ്ങളെ നിയമ നടപടികളിലൂടെയാണ് ചോദ്യം ചെയ്യേണ്ടത്. സ്വർണ്ണക്കടത്തിനെ ചോദ്യം ചെയ്യേണ്ടത് രാജ്യത്തെ ഭരണഘടന പറയുന്ന, രാജ്യത്തെ ക്രിമിനൽ പ്രൊസീജിയർ പറയുന്ന നടപടികളിലൂടെയാണ് ചോദ്യം ചെയ്യേണ്ടത്.
അതല്ലാതെ മതവിധി കൊണ്ടല്ല. അപ്പൊ ഒരു സീരീസിലെ പല എപ്പിസോഡുകളാണ്. സംഘപരിവാറിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു നാട്ടിലെ ജനതയെ മുഴുവൻ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ട് വിവാദമായപ്പോ പിറ്റേ ദിവസമാണ് തിരുത്തുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പത്രത്തിൽ അച്ചടിച്ചു വന്ന് രാവിലെ. ഇവരെന്തുകൊണ്ട് നിഷേധക്കുറിപ്പ് ഇറക്കിയില്ല? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, PV അൻവറിന് കിട്ടുന്ന പിന്തുണ, ആ കിട്ടുന്ന പിന്തുണ കോൺഗ്രസും ലീഗും കൊടുക്കുന്നതല്ല. PV അൻവറിന് കിട്ടുന്ന പിന്തുണ ഈ പാർട്ടിയെ സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്നതിനെതിരെ സാധാരണ CPM പ്രവർത്തകന്റെ നിഷേധ വോട്ടാണ് അൻവറിന്റെ ലൈക്ക് എന്നുള്ളത്. അത് പരിശോധിക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളാരും അൻവറിനെ തലയെ കൊണ്ട് രാജാവായി കൊണ്ട് നടക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്താ, അവരുടെ പാർട്ടിയിലെ പ്രവർത്തകർക്ക് തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം പാർട്ടി സെക്രട്ടറിയായി എവിടം തൊട്ട് തുടങ്ങിയ ബന്ധമാണ്. ആ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം അതൊന്ന് AKG സെന്ററിൽ പൊതുദർശനത്തിന് വെക്കാൻ ഇവർക്ക് മനസ്സുണ്ടായില്ല എന്ന് അയാൾ പറയുമ്പോ അതിന് മറുപടി പറയാൻ കഴിയാതിരിക്കുകയാണ് അപ്പുറത്ത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു PRSS ഭരണമാണ്. PR ഏജൻസിയുടെയും RSSന്റെയും സംയുക്ത ഭരണമാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിന് ഒരു അറുതി വരുത്താൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോ അതിലേക്കുള്ള ആദ്യത്തെ ചുവടാണ് പാലക്കാട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു അവസരം. ആ നെക്സസിനെ, ആ കൂട്ടുകെട്ടിനെ, അതിനെ തകർക്കാൻ ജനാധിപത്യ സമൂഹം ആഗ്രഹിക്കുമ്പോ അതിന് കരുത്തുറ്റതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. UDFന്റെ ജില്ലാ കമ്മിറ്റിക്ക് സമരാഭിവാദ്യങ്ങൾ നേരുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിലും വളരെ പെട്ടെന്നുണ്ടായ ഉജ്ജ്വല പാലക്കാട്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് 1000 തവണ ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഭരണത്തിന്റെ താല്പര്യങ്ങളെ മറന്ന് RSSുമായി സന്ധി ചെയ്ത, നിരന്തരം സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇന്ന് നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർഹനല്ല. തൃശൂരിന്റെ പൂരം അത് BJPക്ക് സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അത് കളക്കാൻ നേതൃത്വം നൽകിയ ആ കള്ളത്തരങ്ങൾക്കെതിരായി, ആ ഇടപാടുകൾക്കെതിരായി ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്ന കാലികമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഈ സമരരംഗത്തേക്ക് കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അതിന് നേതൃത്വം നൽകിയ UDFന്റെ മുഴുവൻ നേതാക്കന്മാരെയും 1000 തവണ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടിയോടെ ഈ സംഘവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ആവർത്തിച്ചു ഞാൻ പറയുന്നു, ഈ കള്ളക്കൂട്ടുകെട്ടിലെ പാലക്കാട്ട് ജനത അത് തൂത്തെറിയുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി പാലക്കാട്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഉയർന്ന് ഈ നാടിനെ ജനാധിപത്യ ചേരിക്കൊപ്പം, മതേതര ചേരിക്കൊപ്പം നിലനിർത്തും. നിങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.